Hello guys, welcome back to our channel. So in this video, this is our first travel vlog attempt. So do tag along and watch the video till the end. നമ്മൾ 3 മണിക്ക് പോകുന്നതാണ് പ്ലാൻ ഇടുന്നത്. അപ്പം ശംഭു പറഞ്ഞു ശംഭുവിന് അത്ര ഓടിക്കാനുള്ളതുകൊണ്ട് ട്രാവൽ ചെയ്യാനുണ്ട്, ഒന്ന് ഉറങ്ങണം ചേട്ടാ. എനിക്കൊരു 4 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പോയി വണ്ടി ഒന്ന് എടുത്തോണ്ട് വന്നാൽ എനിക്ക് നേരത്തെ പോയി കിടന്ന് ഉറങ്ങായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്ക് B+++ ഇട്ടിട്ട് വന്ന് ഞങ്ങളുടെ കോളേജിനെ പറ്റിയിട്ട് സംഭവം ചെയ്തു. മാറിലിയാസ് കോളേജ് ഇങ്ങോട്ട് വരണം, ക്യാമറ ഇങ്ങോട്ട് വരണം. ഒരു മീൻമണ ഇവിടെയില്ലേ പിള്ളേരൊക്കെ കണ്ട വൈബായിട്ട് പാല് കുടിച്ചോണ്ട് വൈബ് ചെയ്യുന്നു ഗൈസ്. ഇവരുടെ ഏറടി ഇനിയും കഴിയുന്നില്ല ഗൈസ്. ഗ്യാസ് കയറി മറ്റരി നമ്മള് ചായ കുടിക്കാൻ നിർത്തിയേക്കണത്. നമ്മുടെ ശുണ്ടാക്കി പേടിച്ചു വിട്ടോ. വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കുന്നതൊന്ന് കാണൂ ഗൈസ്. കാപ്പി കാപ്പി കാപ്പിയാ എനിക്കിഷ്ടം. എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഈ കയറ് വേണ്ടായിരുന്നു. വണ്ടി പോകുമ്പോ എന്ത് സുഖമാണെന്നറിയാം. ചേച്ചിയുടെ പ്രശ്നം തീർക്കാൻ നമ്മുടെ ബോൺ മെക്കാനിക് ഷോഗൻ. എന്താടാ ഇലക്ട്രിക് വണ്ടിയുടെ എഞ്ചിനാ പണിയാ. നമ്മളിവിടെ പിയുടെ കസിന്റെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ് കോയമ്പത്തൂർ. കേരള സ്റ്റാർ കിലോ താങ്ക് യു പിപ്പി. അതും ഇത് അടിപൊളിയാണ്. പിന്നെ ഫ്ലാറ്റുകാർക്ക് അമ്പലം കൊണ്ടവിടെ അമ്പലം കൊണ്ടുണ്ടോ ഫ്ലാറ്റിൽ അവന്റെ ഫ്രണ്ട് റിയ റെക്കമെൻഡ് ചെയ്തതാണ്. കഴിവ് തിരിച്ചറിയാണ്ടവരെ ഞാനിപ്പോ ഖേദിക്കണേ. മെക്കാനിക് ഷോകരാണ്. മെക്കാനിക്കാവും, എഞ്ചിനീയറാവും, ഡോക്ടറാവും, ടീച്ചറാവും. ഏതോ സബ്ജക്ട് വിദ്യാഭ്യാസം ഇല്ല, അതുകൊണ്ട് ടീച്ചറാവാൻ പറ്റില്ല. എടാ അലിമോല അടിക്കണ ഷോക്കിന്. അലിമോല അലിമോല അലിദം ദം. അടുത്ത വളയിലോട്ട് നിൽക്കുമ്പോഴേ ആലി കാവാലെന്ന്. Here we go again guys. കൊട്ടൻ ചുക്കാതി. ഫൈനലി നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അതും നമ്മുടെ മാഗി. വെജ് മാഗി, എഗ് മാഗി, എഗ് നൂഡിൽസ്. ഓടിപ്പോഴത്തേക്ക് വണ്ടി പെട്ടു. ഷോവിലൊരു മെക്കാനിക്സ് തിളച്ച് വണ്ടിയുടെ വെള്ളം ഒരു വളവിന് മുമ്പിൽ ഇവര് അവനെ പൊക്കി പറഞ്ഞോണ്ടിരുന്നത്. ഊട്ടിയുടെ മേളിൽ എത്തണവരെ നമുക്ക് തണുപ്പൊന്നും അടിച്ചു. ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ചെറുതായിട്ട് തണുപ്പടിക്കുന്നുണ്ട്. ഇത്ര നേരം നല്ല ചൂടായിരുന്നു. ഞാൻ ഒരു ഐഡിയ പറയട്ടോ, നമുക്ക് നേരെ നമ്മുടെ താമസിനോട് പോവാം. എന്നിട്ട് ഫ്ലവർ ഷോ തൊട്ട് ഇവിടുന്ന് ഫ്ലവർ ഷോ ചേച്ചി 9 kilometers നമ്മുടെ അടുത്ത് തന്നെയാണ്. அங்க ஏதாவது വർക്ക്ഷോപ്പ് இருக்கா? ഏത് ഇത് ഇതാ. ഹായ് 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 ഹായ്. ചൂട് മാഗി ചൂട് മാഗി ചൂട് മാഗി. എരിവിട്ട് സ്പൈസി.
ഇത് വെജിറ്റബിൾ മാഗിയെക്കാട്ടി നല്ല ടേസ്റ്റ്. വിജയിച്ചു. ഹായ്, നല്ല ക്ലൈമറ്റ്. ഞങ്ങളത്ര പോർഷൻസ് കിട്ടില്ല. അല്ല 32. അഡ്വഞ്ചർ ട്രിപ്പ് ആയിട്ടുണ്ട്. വെസ്റ്റ് പോണില്ല. റോയൽ സാൻഡ്സ് അവിടെ എല്ലാരും കൂടെ കരഞ്ഞോ? Come on guys. കണ്ടല്ലേ പൊന്നിനെ? അയ്യോ ഈ കാല് നമുക്ക് ഇന്ന് ബൊട്ടാനിക്കൽ ഗാർഡൻ കാണണം എന്നായിരുന്നു പ്ലാൻ. പക്ഷെ എല്ലാ പ്ലാനും കുളമായി, മഴയായി, നല്ല തണുപ്പായി. പൊട്ടാ നിനക്ക് തണുക്കണടാ. പ്ലാനിങ് ആണ്. പ്ലാൻ ഇത്ര കറണ്ട് പ്ലാൻ എന്ന് പറയാൻ നല്ല മഴയായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അധികം പോകുന്ന ചാൻസ് ഇല്ല. നാളെ രാവിലെ 8 മണിക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ ഓപ്പൺ ആവും. പ്ലാൻ ഇടുന്നു. ആരെങ്കിലും എഴുന്നേക്കാൻ 8:30 നോക്കും. ഇല്ലെങ്കിൽ ഞാനും ഷൊട്ടും കൂടെ. നമ്മളിപ്പോ റെഡി ആയിട്ട് ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് നമ്മൾ ഇറങ്ങുവാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാത്രം കൊള്ളാം, നിങ്ങളൊന്നും അത്ര പോരാ. ഈ അല്പനർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുന്നതല്ലേ? ഞങ്ങൾ അത്രയും ഗ്ലാമർ ഇല്ലാത്തോണ്ട്. കൊള്ളാം. ഇത് യുണീക്ക് തന്നെ, വേറെ എങ്കിലും പാത്രത്തില്ല. ഇത് വേറെ എങ്ങനെയും കണ്ടിട്ടില്ല അല്ലേ? അതിന്റെ പാ പൊള്ളി. തണുപ്പ് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. തണുത്തിട്ട് ചുണ്ടൂടെ പാന്റാണ് ഞാൻ സ്കാർഫ് ഇട്ട് തൊണ്ടയിലിട്ട് വെച്ചേക്കുന്നത്. എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി റൂമിലോട്ട് എത്തണം. അതിനൊരു ചാച്ചു കൊടുത്തേ. ചപ്പാത്തി കഴിക്കണ്ട്. പൊറോട്ട, ചപ്പാത്തി, ബട്ടർ ചിക്കൻ. ചേച്ചി പുള്ളിനെ ഉപയോഗിച്ച് വേറെ ചില കല്യാണം ചെയ്യാൻ നോക്ക്. ഇത്രയും തണുപ്പത്ത് ചേട്ടന് മഴ നനയാം. പോയിക്കോളൂ പോയിക്കോളൂ. നമുക്ക് മഴ അറിയാം. ഒരു ഐസ്ക്രീം, ഒരു കോൺ ഐസ്ക്രീം, ഒരു മാംഗോ പാടുന്നത്. ചെല്ല് പോ പോ, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാം. ഞങ്ങൾ ഫുൾ സപ്പോർട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. സോ നമ്മളിത് ഇപ്പോൾ രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുവാണ്. ക്രഞ്ചി ക്രഞ്ചി പോയി. ഐസോ വേഗം കഴിച്ചോ. കറി കുഴപ്പമില്ലെന്നുള്ളൂ, അടിപൊളിയൊന്നുമല്ല. സാമ്പാറിന്റെ കൂടെ മാഗി. അതെ മാഗി. ഹായ് ഹായ്. ഇത് സ്ട്രോബെറി. ചെറി ലിച്ചി. ചെറി അടിപൊളിയല്ലേ? ചെറി ഫ്രഷ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് കൊള്ളാല്ലേ? 150. എന്തോ അവങ്കിട്ട് തന്നെ സൊന്ന അവങ്കിട്ട് സോ പിടിച്ചോടി കണ്ടില്ല.
இது ஃப்ரெஷ் ஃப்ளவர்ஸ் தானே? ஃப்ரெஷ் ஃப்ளவர்ஸ்னால பண்ணது தானே? ஆமாப்பா இயற்கையா டெய்லி இது மாத்துவையா? இல்ல அவ்வளவுதான். அது மழை பெய்யுது இல்லடா, அந்த இயற்கை அப்படியே தண்ணி கொஞ்சம் பதம் இருக்கும். நீங்க பாருங்க, ஒரிஜினல் தான். புதன்கிழமை அடுத்த சனிக்கிழமை வரைக்கும். சனிக்கிழமை வரைக்கும் இப்படி இருக்கும். இது எவ்வளவு நாள் எடுத்து இது பண்ணிறதுக்காக எவ்வளவு நாள் எடுத்து? 3 நாள். 3 நாள் இதுல வந்து மொத்தம் நிறைய பேர் வராங்கப்பா. இதெல்லாம் கட்டுறது வந்து ஒரு வாரத்துக்கு முன்னாடி 15 நாளுக்கு முன்னாடி செய்வாங்க. இந்த கம்பி பாஞ்சு எல்லாம் வச்சுட்டு பூ வந்து 3 நாள்ல குத்திடும். ரொம்ப நல்லா இருக்கு. சரி தாங்க. என் பேர் கௌரிமா. கௌரியா? என் பேர் ஆதிரா. பாக்குறோம். சரி. ഇത് 127th ഫ്ലവർ ഷോ ആണ്. യെല്ലോ കളർ ഡാലിയ ഹായ് ചുണ്ടാവി എവിടെ പോവാ? ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല. എടാ അങ്ങനെ എടുക്കുമ്പോ എന്താടാ ഷോട്ട് തന്നെ കാണിക്കണേ? ചേട്ടന് കഴിവില്ലാതെ നിങ്ങൾ ആരും വിചാരിക്കരുത്. പക്ഷെ ഇവിടെ കഴിവേറിയുണ്ട്. Guys, today is a Monday. പക്ഷെ എത്ര ആൾക്കാരാണ് ഇവിടെ? Chundu made new friends. ചൊറിയാമ്പുഴിനെ കൊണ്ട് ടോം ആൻഡ് ജെറിയിലെ ഒരു ജെറിയുടെ അനിയനില്ലേ, കസിനില്ലേ? അങ്ങാടി പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ലൂപ്പിലകപ്പെട്ടു. ആദ്യം മടിയിലോട്ട് കറക്റ്റ് ഇരിക്കണം. ക്യാമറയൊക്കെ വിളിക്കണം. 3 ട്രൈ ഉള്ളൂട്ടോ, 3 ട്രൈ. കൊച്ചു കൊറേ എണ്ണങ്ങൾ ഇത്രയും തണുപ്പത്തെ ഐസ്ക്രീം തിന്നാൻ പോകും. ഒരു വേറെ ചോക്ലേറ്റാ? ഡബിൾ ചോക്ലേറ്റ്. നീ ഡബിൾ ചോക്ലേറ്റ് കടിച്ചിട്ട് പൊട്ടല്ലേ? അവനത് വേണം. ചേച്ചി ശോക കൊച്ചിന് ഐസ്ക്രീം കൊടുക്കണം കേട്ടാ. ഹായ്. ப்ளூபெரி இருக்கு. ப்ளூபெரி எத்தனை? 50. நம்பி நல்லா இருக்கு. വീട്ടിലേക്ക് ഒരു സ്ട്രോബെറി മേടിക്കാം. ഒരു സ്ട്രോബെറി കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ട. പുളിപ്പില്ല ചേച്ചി. സ്ട്രോബെറിക്ക് ഇറങ്ങി പുളിപ്പില്ലേ? ഇല്ല. മധുരം പുളിയില്ലല്ലോ. അവിടുത്തെ റീസല്ലേ? ആ ഇല്ല. ബൈ ചേച്ചി. വേറൊരു സംഭവം ഇപ്പൊ ഉണ്ടായി. എന്റെ 2 മാസം മുമ്പ് കാണാണ്ടായ ലിപ്സ്റ്റിക്ക് ഈ ജാക്കറ്റിന്റെ പൊക്കച്ചിന്റെ കിട്ടിയേക്കിട. 2 കഴിഞ്ഞാണ് ഈ ജാക്കറ്റ്. എന്നാലും ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഈ പീരങ്കിയുണ്ടോ? നമ്മുടെ ശോഭൻ 10ാം ക്ലാസ്സിൽ വന്നെടുത്തപ്പോ നീ ഇവിടെ അതിനകത്ത് ഫ്ലവർ ഷോ. നീ നമ്മളടുത്ത ലൊക്കേഷനിലോട്ട് പോണേണ്. ഞാൻ മിലു മമ്മിക്ക് ഒരു ഡോള് വാങ്ങിച്ചു. നമ്മുടെ വണ്ടി പിന്നെ നമുക്ക് പണി വന്ന്
ഗിയർ വീഴണില്ല. ആ കേരള മീൻസ് പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളി ഷവായ ടേസ്റ്റ് നോക്കാം. എടാ എന്താ തോന്നി ഷവായ? നല്ലതാണോ? ഇതൊരു 10-15 മിനിറ്റ് പറയണം. കാണാൻ പറ്റൂല. താങ്ക്സ് അണ്ണാ. ഒന്നും ഞാൻ പറ്റില്ല. ഇറക്കത്തിലാ വണ്ടി പോണേ. ഗായ്സ് നമുക്ക് പിന്നെയും ടാസ്ക് കിട്ടിയിട്ട് വീട്ടിൽ പോകാൻ നേരത്ത് കോയമ്പത്തൂർ ബോർഡർ കയറിയപ്പോൾ തന്നെ വണ്ടി പിന്നെയും പണിയൊന്ന് റോട്ടി വെച്ച് വണ്ടി നിന്ന് ഉന്തിത്തള്ളി സൈഡാക്കി. ഇപ്പൊ വണ്ടി മെക്കാനിക്ക് വന്നിട്ട് വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഊട്ടി ട്രിപ്പില് അടുത്തോടി നമ്മുടെ KSRTC ബസിന്റെ വൈപ്പർ ഒടിഞ്ഞിട്ടുണ്ട്. ഇതിന് വലിയ വള്ളിയൊന്നും ഇനി വരാനില്ല. വണ്ടിയുടെ ഒരു പ്രശ്നമായിട്ട് തോന്നല്ല. ഇത് ഞങ്ങൾ ആ വണ്ടി കയറിയതുകൊണ്ട് ഒടിഞ്ഞതാവാനാണ് സാധ്യത അല്ലേ? അപ്പൊ അതെ, വൈപ്പർ എന്ന് പറഞ്ഞ സാധനം ഒടിഞ്ഞതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പ്രശ്നമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ചില്ലാണ്. അതെ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നീ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്.